നമസ്കാരം. സൂര്യ സിന്ധു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ താലിമാല വാഷ് ചെയ്യുന്നതാണ് കാണിച്ചത്. അപ്പോൾ ഇപ്പൊ ഞാൻ ആ വീഡിയോ ഒത്തിരി നല്ല രീതിയിൽ ആണ് എല്ലാവർക്കും അത് ഉപയോഗപ്പെട്ടതെന്ന് എനിക്ക് കമന്റിലൂടെയും അതിന്റെ ലൈക്കിലൂടെയും എല്ലാം എനിക്ക് മനസ്സിലായി. എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. എന്തായാലും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. മുന്നോട്ടും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പൊ ഞാൻ ഇനി അടുത്ത ഒരു ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ താലിമാലയുടെ ഡിസൈൻ ഞാൻ കാണിക്കണ്ടേ, വാഷ് ചെയ്താൽ മാത്രം പോരല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡിസൈൻ കാണാം. ഇത് നമുക്ക് 2-3 തരത്തിലാണ് മാലയുടെ വലിപ്പത്തിലാണ് മാലകളുടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 1 പവൻ 1.25 പവനൊക്കെ തൂക്കം വരുന്ന കുറച്ച് മാലകളുടെ ഡിസൈനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച മാലയുടെ തന്നെ വലിപ്പം കുറച്ചും കൂടി വലിപ്പത്തിലുള്ളത്, ഇറക്കത്തിലുള്ളതും വണ്ണത്തിലുള്ള മാലകളുടെ കുറച്ച് ഡിസൈൻസ് ആണ് ഈ ട്രെയിലുള്ളത്. ഇത് ഇറക്കം എന്ന് ഉദ്ദേശിക്കുന്നത് 18 ഇഞ്ച് വരുമ്പോൾ 6 പിടിയെന്നും 24 ഇഞ്ചിൽ 8 പിടിയെന്നും 30 ഇഞ്ചിൽ 10 പിടിയെന്നുള്ള രീതിയിലാണ് ഓരോ ഷോറൂമുകളിലും നമ്മൾ മാല റെഡിയാക്കി ഇരിക്കുന്നത്. ഇനി ഈ ലെങ്ത്തിൽ വേരിയേഷനിൽ ഏതെങ്കിലും ഡിസൈൻസ് ചെയ്ത് തരണമെങ്കിലും നമ്മുടെ ഷോറൂമുകളിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒരു സമയം തന്നിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ മാലയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട 8 പിടി ചെയിന്റെ തന്നെ അത്യാവശ്യം വലുപ്പത്തിലും പൊലിമയിലുള്ള മാലകളാണ്. ഇത് 5 പവൻ അല്ലെങ്കിൽ 3 പവൻ 6 പവൻ തൂക്കത്തിലൊക്കെ വരുന്ന മാലകളെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇതിന്റെ തന്നെ 10 പിടി മാലകളും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പെട്ടെന്ന് നമ്മൾ വീഡിയോ ആയതുകൊണ്ട് സ്പീഡിൽ കാണിച്ചു പോകുന്നുണ്ടെങ്കിലും ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ അറിയണമെങ്കിലും എന്തിനെക്കുറിച്ച് എല്ലാ കാര്യത്തിലേക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമന്റിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോയുടെ താഴെ എന്റെ ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്തിരിക്കാം. വാട്സപ്പിലോ അല്ല നേരിട്ട് കോൾ ചെയ്തോ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ അറിയേണ്ടവർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മാലയുടെ ഡിസൈൻ എല്ലാം കണ്ടല്ലോ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഞാനൊരു 25 വർഷമായിട്ട് പറക്കാട്ടിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഒത്തിരി കസ്റ്റമറായിട്ടൊക്കെ ഞാൻ അറിയാം, വർഷങ്ങൾ ഇത്ര ആയല്ലോ. അപ്പൊ അതിൽ നിന്നെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണം. എല്ലാവരും ഇതൊരു സന്തോഷത്തോടെ ഒന്നുമല്ല നമ്മുടെ പ്രൊഡക്റ്റ് താലിമാലയൊക്കെ വാങ്ങിക്കുന്നത്. മിക്കതും പണയം വെച്ചും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിട്ട് അതിന് പകരം ഇടാനായിട്ടുള്ള ഒരു ഫീലിലാണ് വന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ആരും ഇത് ഒരു ഫീൽ ചെയ്ത് വാങ്ങിക്കല്ല, അങ്ങനെയല്ല. അതൊക്കെ മാറ്റം വരുത്തണം. കാരണം എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഈ ആഭരണങ്ങൾ അണിയാം. കാരണം എനിക്കാണെങ്കിലും ഈ മാല വാങ്ങിച്ചിട്ട് 18 വർഷമായി. ഇന്നേ വരെ എൻ്റെ ഹസ്ബൻഡ് ഇത് പണയം വെക്കാൻ പോലും ചോദിച്ചിട്ടില്ല. എൻ്റെ കഴുത്തിൽ നിന്ന് ഇത് മാറ്റേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു മാല വാങ്ങി കഴുത്തിലിട്ടിട്ട് നമ്മൾ സാധാരണക്കാരെ കുറിച്ചാണ് ഞാൻ കൂടുതൽ, ഞാൻ സാധാരണക്കാരിയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചാട്ടോ ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതുപോലത്തെ ഒരു മാല വാങ്ങിയാൽ നമ്മുടെ വീട്ടിലൊരു ചെറിയ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ മാലയായിരിക്കും നമ്മൾ പ്ലഡ്ജ് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ പോലും നമുക്ക് മാല നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ആ മാലയുടെ പലിശ അടയ്ക്കാനും ആ മാല തിരിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. അതോടുകൂടി നമുക്ക് അടുത്തൊരു വള വാങ്ങിക്കാനോ അടുത്ത ഏതെങ്കിലും ഒരു ഓർണമെന്റ് വാങ്ങിക്കാനോ നമുക്ക് അവസരം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി മാല വാങ്ങുക, അതേ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകുക. സ്വർണം വാങ്ങിയില്ല, സ്വർണം വാങ്ങാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമൊക്കെ എല്ലാവരും ഒഴിവാക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ സ്വീകരിച്ച് അതിന്റെ ഉപയോഗിക്കേണ്ട വിധങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പൊ എല്ലാ വിശേഷങ്ങളുമായി ഇനിയും ഞാൻ മുന്നോട്ടുണ്ടാവും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസിനും വേണ്ടി വിളിക്കുകയും ചെയ്യാം.